മൽക്കീസേദെക്കിന്റെയും മഹാപുരോഹിതന്റെയും ക്രമം എന്ന ശീർഷകത്തിലുള്ള ദൈവവചനം നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തെ പ്രതിനിധീകരിക്കുന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ അഹരോന്റെ ക്രമമുണ്ട്. ദൈവം നിയമിച്ച ആദ്യത്തെ മഹാപുരോഹിതൻ അഹരോൻ ആയിരുന്നില്ലേ? ലേവിയുടെ ക്രമം എന്നും ഇതിനെ വിളിക്കുന്നു. ഇവിടെ ഒരേ കാര്യം തന്നെയാണ് അർത്ഥമാക്കുന്നത്. അഹരോൻ ഉൾപ്പെട്ടിരുന്ന ഗോത്രത്തിന്റെ നാമമായിരുന്നു ലേവി. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിന്റെ സമയത്തിലെ പുതിയ ഉടമ്പടിയുടെ ചട്ടത്തിന്റെ കാര്യം എങ്ങനെയാണ്? ഇവിടെ മൽക്കീസേദെക്കിന്റെ ക്രമമുണ്ട്. അതിനാൽ ഇന്ന് മൽക്കീസേദെക്കിന്റെയും മഹാപുരോഹിതന്റെയും ക്രമം എന്ന ശീർഷകത്തോടെ മൽക്കീസേദെക്കിന്റെ സത്യത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് പഠിക്കാം. മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ ഉൾപ്പെടാത്ത മനുഷ്യരാശിക്ക് എന്ത് സംഭവിക്കും? മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ളവരോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണ്? നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് നോക്കാം. നാം ഇപ്പോൾ നടക്കുന്ന കവാടം ചെറുതും ഇടുങ്ങിയതുമായ പാതയാണെങ്കിലും അനുഗ്രഹീതമായ സ്ഥാനത്ത് ഇല്ലാത്തവരെ ഈ ഇടുങ്ങിയ കവാടത്തിലൂടെ ജീവൻ ലഭിക്കുവാനായി നമുക്ക് നയിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് എബ്രായർ 4-ാം അധ്യായം നോക്കാം. എബ്രായർ 4-ാം അധ്യായം 14-ാം വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ആരാണ് മഹാപുരോഹിതൻ? ദൈവപുത്രനായ യേശു. എബ്രായർ 4-ാം അധ്യായത്തിൽ യേശുവിന്റെ തലവാചകം എന്താണ് കൊടുത്തിരിക്കുന്നത്? അവിടുന്ന് മഹാപുരോഹിതനാണെന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകുകയും യാഗങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നവർ പുരോഹിതന്മാരല്ലേ? പഴയ നിയമകാലങ്ങളിൽ പഴയ നിയമത്തിന്റെ യാഗത്തിന്റെ നിയന്ത്രണവും പുതിയ നിയമകാലങ്ങളിൽ പുതിയ നിയമത്തിന്റെ യാഗത്തിന്റെ നിയന്ത്രണവും ഉണ്ടായിരുന്നു. ആ യാഗത്തെ ആധുനിക ഭാഷയിൽ ആരാധന എന്നാണ് നാം പരാമർശിക്കുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ഏത് ക്രമത്തിലൂടെയാണ് യേശു മഹാപുരോഹിതനായത്? അഹരോന്റെ ക്രമവും മൽക്കീസേദെക്കിന്റെ ക്രമവുമുണ്ട്. യേശു മഹാപുരോഹിതനാണ്. പുതിയ നിയമത്തിന്റെ യുഗത്തിലും ആരാധനയ്ക്കുള്ള നിയമങ്ങൾ ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും, ശരിയല്ലേ? അത്തരം നിയമങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ ഒരു പുരോഹിതന്റെ ആവശ്യവും ഇല്ലായിരുന്നു. അത്തരം നിയമങ്ങൾ കാരണം പുരോഹിതൻ നിലനിൽക്കുകയും അത് ആവശ്യമാണെന്നും തോന്നുന്നില്ലേ? ഏത് ക്രമത്തിലാണ് അവിടുന്ന് ഉൾപ്പെടുന്നത്? നമുക്ക് എബ്രായർ 5-ാം അധ്യായം 5-ാം വാക്യം നോക്കാം. എബ്രായർ 5-ാം അധ്യായം 5-ാം വാക്യം. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്തും ഏത് ക്രമത്തിലാണ്? നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ഇവിടെ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ യേശുവിനെ മഹാപുരോഹിതൻ എന്ന് വിളിക്കുന്നു. വാക്യം 7. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്തു തന്നെ മരണത്തിൽ നിന്നു രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായിത്തീർന്നു. എന്താണ് ഇവിടെ പറയുന്നത്? മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശു മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള മഹാപുരോഹിതനാണെന്ന് നമുക്ക് സ്ഥിരീകരിക്കുവാൻ കഴിയും.
അപ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമം മനസ്സിലാക്കുന്നതിനായി മൽക്കീസേദെക്ക് ആരാണെന്ന് നാം അറിയണം. നമുക്ക് ബൈബിളിലെ മൽക്കീസേദെക്കിന്റെ ആദ്യരൂപം കണ്ടെത്തുവാനായി ഉൽപ്പത്തി 14-ാം അധ്യായത്തിലേക്ക് പോകാം. നമുക്ക് ഉൽപ്പത്തി 14-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് പോകാം. ഉൽപ്പത്തി 14-ാം അധ്യായം 17-ാം വാക്യം. അവൻ കെദൊർലായോമെരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ടു മടങ്ങിവന്നപ്പോൾ സൊദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേതാഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അദ്ദേഹം എന്താണ് കൊണ്ടുവന്നത്? അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. ഇവിടെ ശാലേം രാജാവായ മൽക്കീസേദെക്ക് അബ്രഹാമിനെ അപ്പവും വീഞ്ഞും കൊണ്ട് അനുഗ്രഹിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിരുന്നാലും നാം അവിടുത്തെ തലവാചകം നോക്കുമ്പോൾ അവിടുന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ഒരു പുരോഹിതനായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. അബ്രഹാമിന്റെ കാലത്ത് പുരോഹിതന്മാർ മൃഗങ്ങളുടെ രക്തത്താൽ യാഗങ്ങൾ അർപ്പിച്ചു. അതിനാൽ അപ്പവും വീഞ്ഞും ഉപയോഗിച്ച് യാഗങ്ങൾ അർപ്പിക്കുന്നത് വളരെ അസാധാരണമായ ഒന്നായിരുന്നു. പഴയതും പുതിയതുമായ നിയമത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് മൽക്കീസേദെക്കിനെക്കുറിച്ചുള്ള ഈ രംഗം നോക്കുമ്പോൾ പഴയ നിയമം ഒരു ദൃഷ്ടാന്തമായാണ് വർത്തിക്കുന്നത്, മറിച്ച് യാഥാർത്ഥ്യമായല്ല. യാഥാർത്ഥ്യം പിന്നീട് വരുമെന്ന് പഴയ നിയമത്തിലെ പ്രവചനങ്ങളിലൂടെ ദൈവം കാണിച്ചു തന്നു. ഈ പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിൽ ആരാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? എബ്രായർ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം സ്ഥിരീകരിച്ചതുപോലെ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലാണ് യേശു മഹാപുരോഹിതനായി നിയമിക്കപ്പെട്ടത്. ബൈബിൾ വ്യക്തമായി ഇത് നമ്മോട് പറയുന്നു. മൽക്കീസേദെക്ക് അബ്രഹാമിനെ അപ്പവും വീഞ്ഞും കൊണ്ട് അനുഗ്രഹിച്ചതുപോലെ അതിന്റെ പൂർത്തീകരണമായി യേശുക്രിസ്തു അപ്പവും വീഞ്ഞും കൊണ്ട് ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു രംഗം ഉണ്ടാകേണ്ടതല്ലേ? സത്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ബൈബിളിന്റെ വീക്ഷണകോണിൽ ഈ ഒരു രംഗം തീർച്ചയായും പ്രത്യക്ഷപ്പെടണം. അതാണ് പെസഹ. നാം മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ പെട്ടവരാണ്. യേശു നയിച്ച ആരാധനയുടെ ശരിയായ നിയമം നാം പിന്തുടരുന്നുണ്ടോ? ഇതിനെ വേർതിരിക്കുന്നത് പെസഹ അപ്പവും വീഞ്ഞും കൊണ്ടാണ്. അതിനാൽ ക്രിസ്തു നയിക്കുന്ന മൽക്കീസേദെക്കിന്റെ ക്രമം അനുസരിക്കാത്തവർക്ക് ഒരിക്കലും നിത്യജീവൻ ലഭിക്കുകയില്ല. അത്തരക്കാർക്ക് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കഴിയുകയില്ലെന്ന് ബൈബിൾ പറയുന്നു. ആദ്യം യേശുക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായി ഈ ഭൂമിയിലേക്ക് വന്നുവെന്നും അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും നിത്യജീവൻ നൽകിക്കൊണ്ട് മനുഷ്യരാശിയെ അനുഗ്രഹിച്ചുവെന്നും നമുക്ക് സ്ഥിരീകരിക്കാം. മത്തായി 26-ാം അധ്യായം. നമുക്ക് മത്തായി 26-ാം അധ്യായം 17-ാം വാക്യം നോക്കാം. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവന്റെ അടുക്കൽ ചെന്ന്, എന്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എന്റെ ശിഷ്യരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്നു ഗുരു പറയുന്നു എന്ന് പറവിൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു പെസഹ ഒരുക്കി. അവിടുന്ന് എങ്ങനെയാണ് ഭക്ഷിച്ചതെന്ന് നാം അറിയേണ്ടതല്ലേ? 26-ാം വാക്യം. നമുക്ക് 26-ാം വാക്യം നോക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു. മൽക്കീസേദെക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ
അക്കാലത്തെ പുരോഹിതന്മാർ പാപമോചനത്തിനുള്ള ആചാരത്തിൽ പങ്കെടുക്കുന്നതിനായി മൃഗങ്ങളുടെ രക്തത്തോടുകൂടെ യാഗങ്ങൾ അർപ്പിച്ചു. എന്നിരുന്നാലും മൽക്കീസേദെക്ക് എങ്ങനെയാണ് അവനെ അനുഗ്രഹിച്ചത്? അപ്പവും വീഞ്ഞും കൊണ്ടാണ് അനുഗ്രഹിച്ചത്. എന്നിരുന്നാലും മത്തായി 26-ാം അധ്യായം നോക്കുന്നതിലൂടെ അനുഗ്രഹങ്ങൾ നൽകാൻ യേശു എന്താണ് ചെയ്തത്? അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം എടുത്തു വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എന്റെ ശരീരം എന്നു പറഞ്ഞു. വാക്യം 27. പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. പാനപാത്രത്തിൽ എന്തായിരുന്നു? അത് വീഞ്ഞായിരുന്നു. അവിടുന്ന് ആ പാനപാത്രം എടുത്തുകൊണ്ട്, എല്ലാവരും ഇതിൽ നിന്നു കുടിപ്പിൻ, ഇത് അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. ഈ രീതിയിൽ തന്റെ മാംസത്തെയും രക്തത്തെയും പ്രതീകപ്പെടുത്തുന്ന പെസഹ അപ്പം ഭക്ഷിക്കുവാനും പെസഹ വീഞ്ഞ് പാനം ചെയ്യുവാനും അവിടുന്ന് മനുഷ്യരാശിയെ അനുവദിച്ചു. ഇവിടെ എന്തുതരം നിയമമാണ് സ്ഥാപിക്കപ്പെട്ടത്? ലൂക്കോസ് 22-ാം അധ്യായത്തിൽ പെസഹയിലൂടെ ദൈവം പുതിയ നിയമം സ്ഥാപിച്ചു. വിലയേറിയ ഒരു വാഗ്ദാനമാണ് അവിടുന്ന് നമുക്ക് നൽകിയത്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിത്യജീവൻ ഉണ്ടായിരിക്കണം. നിത്യജീവൻ ഇല്ലാതെ ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാനാവില്ല. അതുകൊണ്ടാണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട് എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തത്. അത് മാത്രമല്ല വാഗ്ദാനം, നമ്മെ സ്വർഗത്തിൽ രാജകീയ പൗരോഹിത്യരാക്കുമെന്നും നമുക്ക് നിത്യജീവനും അനുഗ്രഹങ്ങളും നൽകുമെന്നും. ഇനി മരണമോ വിലാപമോ നിലവിളിയോ വേദനയോ ദുഃഖമോ ഇല്ലാത്ത ഒരു ലോകം നമുക്കായി തുറക്കപ്പെടുമെന്നും ദൈവം വാഗ്ദാനം ചെയ്തു. സൂര്യന്റെ ആവശ്യം ഇനി ഉണ്ടാകുകയില്ല, കാരണം ദൈവം വെളിച്ചമായിരിക്കുകയും എല്ലാ അന്ധകാരത്തെയും നീക്കിക്കളയുകയും ചെയ്യും. 1970-കളിൽ ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പാതയില്ലാത്ത നിരവധി റോഡുകളുണ്ടായിരുന്നു. അത്തരം പട്ടണങ്ങളിൽ നിലക്കീൽ സ്ഥാപിച്ചതിൽ ആളുകൾ സന്തുഷ്ടരായിരുന്നു. എന്നിരുന്നാലും സ്വർഗീയ യെരൂശലേം ആലയത്തിലെ വീഥികൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? തെരുവുകൾ തങ്കം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ഫടികം പോലെ തെളിഞ്ഞ ഒരു നഗരത്തിൽ വിലയേറിയ കല്ലുകൾ കൊണ്ട് അലങ്കരിച്ച വീടുകൾ. ഇത്രയും അത്യുജ്വലമായ ഒരു സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ കഴിയുമോ? നാം ജീവിക്കുന്ന നഗരത്തിൽ മുത്തുക്കൾ, ഇന്ദ്രനീലം, മാണിക്യക്കല്ലുകൾ, മരതകം തുടങ്ങിയ വിലയേറിയ കല്ലുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. തെരുവുകൾ തങ്കം കൊണ്ട് പണിതിരിക്കുന്നു. നമ്മുടെ വാക്കുകൾക്ക് അതീതമായതിനാൽ ആളുകൾ ഏറ്റവും കാക്ഷിക്കുന്ന രീതിയിലാണ് ബൈബിൾ സ്വർഗരാജ്യത്തെ വിവരിച്ചിരിക്കുന്നത്. ആ വാഗ്ദത്ത സ്ഥലത്തേക്ക് നമ്മെ നയിക്കാൻ ദൈവം മൽക്കീസേദെക്കിന്റെ ക്രമം എന്ന സത്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചു. പെസഹ അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും വിളിച്ച് മൽക്കീസേദെക്കിന്റെ യാഥാർത്ഥ്യമായി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നു. ആ ക്രമത്തിൽ പ്രവേശിക്കാത്ത ആർക്കും ശാശ്വതമായ സ്വർഗത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല. എല്ലാവരോടുമായി ഈ ഭൂമി ഒരു അഭയനഗരമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അഭയനഗരത്തിലെ മഹാപുരോഹിതന്റെ മരണത്തിനു ശേഷം മാത്രമേ പാപികൾക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ കഴിയുകയുള്ളൂ എന്നത് ശരിയല്ലേ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ബൈബിൾ യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായി ആവർത്തിച്ച് ഊന്നിപ്പറയുന്നത്? അഭയനഗരത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ പ്രവചനം കാണിക്കുന്നതുപോലെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ മരണത്തിലൂടെ മനുഷ്യരാശിക്ക് സ്വർഗത്തിലേക്ക് മടങ്ങുവാനുള്ള പാത തുറക്കപ്പെടുന്നു. അവിടുത്തെ മരണത്തെ അനുസ്മരിക്കുന്ന ഉത്സവം ഏതാണ്? അത് പെസഹയാണ്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇങ്ങനെയല്ലേ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്? ഈ രംഗങ്ങൾ പരിഗണിക്കുമ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
പഴയ നിയമത്തിൽ ലേവ്യ പുരോഹിതന്മാർ അർപ്പിച്ച യാഗങ്ങൾ മാത്രമേ ദൈവം സ്വീകരിച്ചിരുന്നുള്ളൂ. പുതിയ നിയമത്തിൽ മൽക്കീസേദെക്കിന്റെ ക്രമം പാലിക്കാത്തവരുടെ ആരാധന ദൈവം സ്വീകരിക്കുകയില്ല. ഇതിനെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു എന്ന് യേശു പറഞ്ഞില്ലേ? ഇക്കാലത്ത് പലരും ശരിയായ ധാരണയില്ലാതെ ആരാധന നടത്തുന്നു. അവർ ആരെയാണ് ആരാധിക്കുന്നതെന്ന് അവർക്കറിയില്ല. വെറുതെ നാമം വിളിച്ചാൽ മാത്രം മതിയെന്നാണ് അവർ കരുതുന്നത്. എന്നിരുന്നാലും മത്തായി 7-ാം അധ്യായത്തിൽ എന്നോട് കർത്താവേ, കർത്താവേ എന്നു പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് എന്നല്ലേ യേശു പറഞ്ഞത്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂവെന്ന് അവിടുന്ന് പറഞ്ഞതുപോലെ മൽക്കീസേദെക്കിന്റെ ക്രമമില്ലാതെ ആർക്കും ദൈവത്തിന്റെ നിത്യവാഗ്ദാനത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ബൈബിളിലെ തെളിവുകളിലൂടെ നമുക്ക് ഇത് പരിശോധിക്കാം. നമുക്ക് എബ്രായർ 6-ാം അധ്യായത്തിലേക്ക് കടക്കാം. എബ്രായർ 6-ാം അധ്യായം 17-ാം വാക്യം. ഇവിടെ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്കു തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പുകൊടുത്തു. ആരാണ് ഈ ആളുകൾ? അവർ ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ അവകാശികളാണ്. മൽക്കീസേദെക്കിന്റെ ക്രമം അനുസരിക്കുന്നവർക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം അനന്തരാവകാശമായി ലഭിക്കും. അവരെ വാഗ്ദത്തമക്കൾ എന്നും സ്ത്രീയുടെ ശേഷിച്ച സന്തതികൾ എന്നും വിളിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവർ എന്നാണ് ബൈബിൾ അവരെ വിശേഷിപ്പിക്കുന്നത്. ഇത് നമുക്ക് സ്ഥിരീകരിക്കാം. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്കു തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചോരും. എന്താണ് ഇവിടെ പറയുന്നത്? ആണയാലും ഉറപ്പുകൊടുത്തു. അവിടുന്ന് അത് തീർച്ചയായും ചെയ്യും എന്നല്ലേ ആണയിടുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതൊരു മാറ്റമില്ലാത്ത വാഗ്ദാനമാണ്. ആരാണ് ഈ വാഗ്ദാനം നിർമ്മിച്ചത്? അത് ദൈവമാണ്. എങ്ങനെയാണ് അത് ചെയ്തത്? അവിടുന്ന് ആണയിട്ട് ഉറപ്പുകൊടുത്തു. വാക്യം 18. അങ്ങനെ നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടിവന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിനു ഭോഷ്കു പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നാം ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ അവകാശികളാകുമെന്ന പ്രതീക്ഷ. നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്കു കടക്കുന്നതുമാകുന്നു. അവിടേക്കു യേശു ആരുടെ ക്രമപ്രകാരം? മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവാണ് മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള മഹാപുരോഹിതൻ. അവൻ എന്നേക്കും മഹാപുരോഹിതനായി പ്രവേശിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പരിധിയുണ്ടോ? ഇല്ല. അവിടുത്തെ ഒന്നാമത്തെ വരവിനുശേഷം നാം ദൈവത്തിന്റെ നിത്യരാജ്യത്തിൽ എത്തുന്നതുവരെ ഇത് ഒരിക്കലും കടന്നുപോകുകയില്ല. മാറ്റമോ മങ്ങലോ ഇല്ലാതെ അവൻ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ എന്നേക്കും മഹാപുരോഹിതനായിത്തീർന്നു. അപ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള പുതിയ നിയമത്തിന്റെ പെസഹയുടെ സത്യത്തിന്റെ കാര്യമെങ്ങനെയാണ്? ഒരിക്കലും അപ്രത്യക്ഷമാകാത്ത ഒരു സത്യമായി അത് മാറേണ്ടതല്ലേ? ആരാണ് ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നത്? നമുക്ക് 19-ാം വാക്യം വീണ്ടും നോക്കാം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്കു കടക്കുന്നതുമാകുന്നു. അവിടേക്കു യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ്തു നടന്ന പാത അതാണെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടത്? നാം അവിടുത്തെ അനുഗമിക്കണം. ഏതുതരം ക്രമമാണ് നാം കൈവശം വയ്ക്കേണ്ടത്? മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ. ഇത് അഹരോന്റെ ക്രമമല്ല. അതിനർത്ഥം നാം മൽക്കീസേദെക്കിന്റെ ക്രമത്തിലൂടെയുള്ള പാത പിന്തുടരണം എന്നാണ്. ഈ ജനങ്ങളാണ് 17-ാം വാക്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ അവകാശികൾ. അപ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലല്ലാത്തവർക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം അവകാശമാക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയില്ല.
നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനവും സ്വർഗത്തിലെ ഒരു രാജകീയ പൗരോഹിത്യത്തിന്റെ സ്ഥാനവും അതുപോലെ തന്നെ മരണമോ കണ്ണുനീരോ വേദനയോ ദുഃഖമോ കഷ്ടതയോ ഇല്ലാത്ത ഒരു ലോകവും ദൈവം നമുക്ക് നൽകി. നാം സ്വർഗത്തിൽ നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കുമെന്നും അവിടുന്ന് വാഗ്ദാനം ചെയ്തു. അതിനാൽ ഈ വാഗ്ദാനങ്ങൾ ലഭിച്ച എല്ലാവരും മൽക്കീസേദെക്കിന്റെ ക്രമം അനുസരിക്കുകയും മൽക്കീസേദെക്കിന്റെ യാഥാർത്ഥ്യമായി വന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ വിശ്വസ്തയോടെ പിന്തുടരുകയും വേണം. അല്ലാത്തപക്ഷം അവർ ആ വാഗ്ദാനത്തിൽ പങ്കുചേരുകയില്ല. അപ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ അപ്പവും വീഞ്ഞും കൊണ്ടുവന്ന യേശുവിന്റെ രംഗം നമുക്ക് നോക്കാം. നമുക്ക് ലൂക്കോസ് 22-ാം അധ്യായത്തിലൂടെ ഒരിക്കൽ കൂടി ഇത് സ്ഥിരീകരിക്കാം. ലൂക്കോസ് 22-ാം അധ്യായം 7-ാം വാക്യം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. അവിടുന്ന് പെസഹ ഒരുക്കി. നമുക്ക് 14-ാം വാക്യത്തിലേക്ക് പോകാം. സമയം ആയപ്പോൾ, അതായത് പെസഹ ആചരിക്കേണ്ട സമയം വന്നു. അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അടുത്ത ദിവസം താൻ അനേകം എതിരാളികളുടെ കൈയാൽ ക്രൂശിക്കപ്പെടുമെന്ന് യേശു മുൻകൂട്ടി കണ്ടു. ഇത് ആ നിമിഷത്തിന് തൊട്ടുമുമ്പുള്ള ദിവസമായിരുന്നു. തന്റെ കഷ്ടതയ്ക്കു മുമ്പുള്ള ദിവസം, ഞാൻ ഈ പെസഹ നിങ്ങളോടുകൂടെ ആചരിക്കുവാൻ ഒരു കാരണമുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു. നമുക്ക് 19-ാം വാക്യം നോക്കാം. പിന്നെ അപ്പം എടുത്തു വാഴ്ത്തിനുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് യഹൂദന്മാർ പഴയ നിയമത്തിലെ മോശയുടെ ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളാണ് പാലിച്ചത്. എന്നിരുന്നാലും ഉൽപ്പത്തി 14-ാം അധ്യായത്തിൽ മൽക്കീസേദെക്ക് ചെയ്തതുപോലെ യേശുവും ചെയ്തു. അവിടുന്ന് എന്താലാണ് ആഘോഷിച്ചത്? അപ്പത്താൽ. 19-ാം വാക്യത്തിൽ അപ്പത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നമുക്ക് 20-ാം വാക്യം നോക്കാം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. പാനപാത്രത്തിൽ എന്തായിരുന്നു? വീഞ്ഞ്. അങ്ങനെ അവിടുന്ന് വീഞ്ഞിന്റെ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം, അത് എന്താണ്? നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. പഴയ നിയമകാലത്ത് മൽക്കീസേദെക്ക് അബ്രഹാമിനെ അപ്പവും വീഞ്ഞും കൊണ്ട് അനുഗ്രഹിച്ചതുപോലെ മൽക്കീസേദെക്കിന്റെ യാഥാർത്ഥ്യമായ ക്രിസ്തു അപ്പവും വീഞ്ഞും വഴി നിത്യജീവൻ കൊണ്ട് മനുഷ്യരാശിയെ അനുഗ്രഹിക്കുന്നു. അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട്, ഇത് എന്റെ ശരീരവും ഇത് എന്റെ രക്തവുമാണ് എന്ന് പറഞ്ഞു. യോഹന്നാൻ അധ്യായത്തിൽ മറ്റേതൊരു വാഗ്ദാനം അവിടുന്ന് നമുക്ക് നൽകി. അത് എന്താണ്? എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയിർത്തെഴുന്നേൽപ്പിക്കും. മൽക്കീസേദെക്കിന്റെ യാഥാർത്ഥ്യമായും ഒരു മഹാപുരോഹിതനെന്ന നിലയിലും യേശു ഈ ഭൂമിയിലേക്ക് വന്നതിനാൽ ക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിയമം പിന്തുടരുമ്പോൾ മാത്രമേ നമുക്ക് നിത്യജീവന്റെ അനുഗ്രഹം ലഭിക്കൂ. ശരിയല്ലേ? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമുക്ക് രക്ഷയുടെ ഒരു വാഗ്ദാനവും ലഭിക്കുന്നു. ഈ ലോകത്ത് ധാരാളം പള്ളികളുണ്ട്, പക്ഷേ അവർ പെസഹ ആചരിക്കുന്നില്ല. മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള മഹാപുരോഹിതനായ ക്രിസ്തു നയിക്കുന്ന ആരാധനയിൽ അവർ പങ്കെടുക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, അവർ യേശു നൽകിയ വാഗ്ദാനത്തിന് പുറത്താണ് നിൽക്കുന്നത്. അതിനാൽ അവർ കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നു. എന്നാൽ യേശു എന്താണ് പറയുന്നത്? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എന്റെ ജനമാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ ഭാഗമാകാത്തത്? എന്തുകൊണ്ടാണ് പെസഹ നിങ്ങളുടെ സഭയുടെ ഉപദേശത്തിൽ ഇല്ലാത്തത്? മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള മഹാപുരോഹിതൻ ഞാനാണെന്ന് ബൈബിളിലൂടെ ഞാൻ അസംഖ്യം തവണ നിങ്ങളോട് പറഞ്ഞതല്ലേ?
എന്നിട്ടും നിങ്ങൾ ഇത് പിന്തുടരുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല, അല്ലേ? എന്നിൽ വിശ്വസിക്കുന്നുവെന്ന് നീ അവകാശപ്പെടുന്നുവെങ്കിൽ നീ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ ആയിരിക്കേണ്ടതല്ലേ? മത്തായി 7-ാം അധ്യായത്തിൽ ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിലൂടെ അവിടുന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. നമുക്ക് എബ്രായർ 9-ാം അധ്യായം നോക്കാം. 9-ാം അധ്യായം 11-ാം വാക്യം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്നുവച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി. അങ്ങനെയെങ്കിൽ ഏത് ക്രമത്തിലാണ് യേശു വന്നത്? അവിടുന്ന് മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായി വന്നു. എന്താണ് മൽക്കീസേദെക്കിന്റെ ക്രമം? ഇത് നല്ല കാര്യങ്ങളായാണ് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്നുവച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, കോലാടുകളുടെയും കാളക്കുട്ടികളുടെയും രക്തം ഏത് ക്രമത്തിലാണ് ഉൾപ്പെടുന്നത്? ഇത് അഹരോന്റെ ക്രമത്തിൻ്റേതാണ്. സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ടു വിശുദ്ധമന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പു സാധിപ്പിച്ചു. വാക്യം 13. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിനു തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും? അവിടുന്ന് ഏതുതരം മധ്യസ്ഥനാണ്? പെസഹയെ ലൂക്കോസ് 22-ാം അധ്യായത്തിലെ പുതിയ നിയമമായി പരാമർശിക്കുന്നില്ലേ? അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. പുതിയ നിയമത്തിന്റെ പെസഹയിലൂടെ ദൈവം തന്റെ മക്കൾക്ക് വാഗ്ദത്തത്തിൽ പങ്കെടുക്കുന്നതിനുള്ള വഴി തുറന്നു. നമ്മെ വാഗ്ദത്തത്തിന്റെ അവകാശികളാക്കുന്നതിന് മൽക്കീസേദെക്കിന്റെ ക്രമം അനുസരിക്കുവാൻ ദൈവം നമ്മോട് കൽപ്പിച്ചു. എഫെസ്യർ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇതിന്റെ ദൈവഹിതം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 6-ാം വാക്യം നോക്കാം. അതോ ജാതികൾ സുവിശേഷത്താൽ എല്ലാവരോടുമായി സുവിശേഷം ഏത് നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? അത് പുതിയ നിയമത്തെ കാണിക്കുന്നു. ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ജാതികൾ എന്തായിത്തീരുന്നതായാണ് പറഞ്ഞിരിക്കുന്നത്. ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. എന്താണ്? ഇന്ന് ദൈവം നമ്മെ നിത്യാവകാശത്തിന്റെ വാഗ്ദാനത്തിൽ പങ്കുചേരുവാൻ വിളിച്ചു. അങ്ങനെയെങ്കിൽ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലല്ലാത്തവരുടെ സ്ഥിതി എന്തായിരിക്കും? ഈ ഉള്ളടക്കമനുസരിച്ച് അവർക്ക് ഒരിക്കലും ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് അവർ രാവും പകലും എത്ര അലറി വിളിച്ചാലും അപ്പോൾ നിങ്ങൾ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ പ്രവേശിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ദൈവം ചോദിക്കും. കർത്താവേ, കർത്താവേ എന്ന് നിങ്ങൾ നിലവിളിക്കുന്നെങ്കിൽ നിങ്ങൾ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ പ്രവേശിക്കുമായിരുന്നില്ലേ? അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും? അവർക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? അവർ സംസാരശൂന്യരാകും. ഇങ്ങനെയാണ് ബൈബിൾ അതിനെ ആവിഷ്കരിക്കുന്നത്. അവർക്കുള്ള ഫലവും മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ നമുക്കുള്ള ഫലവും യഥാർത്ഥത്തിൽ വ്യത്യസ്തമാണ്. മൽക്കീസേദെക്കിന്റെ ക്രമത്തിലൂടെ ദൈവം നമുക്ക് അത്തരമൊരു മനോഹരമായ ഭാവിയും സ്വർഗത്തിനായുള്ള ജീവനുള്ള പ്രത്യാശയും നൽകുന്നു. നാം ഈ മഹത്തായ ക്രമത്തിന്റെ ഭാഗമാണെന്ന് സ്ഥിരീകരിക്കുന്ന ദിവസമാണ് പെസഹാ ദിനം. പെസഹയുടെ അപ്പവും വീഞ്ഞും ഒരു കഷണം അപ്പവും ഒരു കോപ്പ വീഞ്ഞും മാത്രമല്ല. ഈ വാഗ്ദാനങ്ങളെല്ലാം അവയിൽ അടങ്ങിയിട്ടുണ്ടെന്നും മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ ജീവിതം പിന്തുടരുകയാണെന്നും നമ്മുടെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമുള്ള സ്വർഗീയ അവകാശത്താൽ
അനുഗ്രഹിക്കപ്പെടുന്നതിനായി അവസാനം വരെ സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമെന്നും നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് ഈ സന്തോഷവാർത്ത പ്രചരിപ്പിക്കാം, അങ്ങനെ അനേകരെ രക്ഷയിൽ നമ്മോടൊപ്പം ചേർക്കാം. മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെയധികം നന്ദി.